Welcome to SWEETnSOUR. ഇന്നൊരു അറേബ്യൻ സ്നാക്ക് ഐറ്റമായ ഫലാഫിൽ അഥവാ താമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്നാക്ക് ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഈവനിങ് സ്നാക്കായിട്ടും സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഐറ്റമാണിത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു 200 ഗ്രാം വെള്ളക്കടല കുതിർത്തതെടുത്തിട്ടുണ്ട്. ഒരു രാത്രി മുഴുവനായിട്ട് കുതിർക്കാൻ വെക്കണം നമ്മൾ. പിന്നെ ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു പിടി മല്ലിയില, 5-6 അല്ലി വെളുത്തുള്ളി. പിന്നെ അതിലേക്ക് വേണ്ടത് എള്ളാണ്. കുറച്ച് എള്ളും കൂടെ നമ്മൾ അരച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചേർക്കാനുണ്ട്. ആദ്യം മല്ലിയിലയും സവാളയും കൂടെ ഒന്ന് ചെറുതായി ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കടലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജാറാണെങ്കിൽ ഒരുമിച്ചിടാം, അതല്ലെങ്കിൽ കുറച്ച് വീതം ഇട്ട് കൊടുത്ത് ചതച്ചെടുത്താലും മതി. 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഒരു നുള്ള് ക്യുമിൻ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വല്ലാതെ അങ്ങ് പേസ്റ്റായി പോവുകയും ചെയ്യരുത്. ഇത് ഈ പരുവത്തിൽ വേണം. ഇപ്പോൾ അത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ച എള്ള് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് താമിയുടെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിൽ എടുത്താൽ കുറച്ചും കൂടെ ഭംഗിയിൽ കിട്ടും. അപ്പോൾ അതുപോലെ എല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇതിലിട്ട് കൊടുക്കാൻ. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത്, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ കളറാവും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ മറിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഇനി അതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊരു ഗോൾഡൻ ബ്രൗണിഷ് ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. കോരിയെടുത്ത് കഴിഞ്ഞാലും കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് കളർ കൂടുതലായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ കോരിയെടുക്കാൻ നോക്കണം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് വറുത്ത് കോരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഐറ്റമാണിത് ഫലാഫിൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. കാരണം അധികം എരിവൊന്നുമില്ലാത്തത് കാരണം തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വൈറ്റ് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ ഒരു നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.